പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അപേക്ഷയാണ്. സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളോടും വൈദികരോടും മെത്രാന്മാരോടുമുള്ള ഒരപേക്ഷ. ഈ അപേക്ഷ പറയുന്നതിന് മുമ്പ് ഒരു കഥ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കഥ നടക്കുന്നത് ഇവിടെയൊന്നല്ല, വളരെ ദൂരെയുള്ള ഒരു രാജ്യത്താണ്. അതായത് ആ നാട്ടിലൊരു അപ്പനുണ്ടായിരുന്നു. അപ്പനൊരു 7 മക്കളുണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും വലുതായി. മക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. വലിയ കൂട്ടുകുടുംബമായിരുന്നു. 7 മക്കളും വന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാനായിട്ടിരിക്കും. ഓരോ മക്കളും ഓരോ സമയമാണ് തിരഞ്ഞെടുത്തിരുന്നത്. കാരണം അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ ഓരോ സമയങ്ങൾ അവർ തിരഞ്ഞെടുത്തു. അപ്പൻ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, മക്കൾ ഓരോരുത്തരും ഓരോ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, അവർ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അപ്പന് തോന്നി, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം എല്ലാ മക്കളും പരസ്പരം സംസാരിക്കുന്നില്ല, എല്ലാ മക്കളും ഒരുപോലെ ഒരു സമയത്ത് കാണുന്നില്ല, അവിടെ ഒരു കുടുംബത്തിൻ്റേതായിട്ടുള്ളൊരു ബന്ധം നിലനിൽക്കുന്നില്ല എന്ന് തോന്നി. അപ്പൻ എല്ലാവരോടും പറയുന്നു, ഇതാ ഇന്നു മുതൽ ഞാനൊരു സമയം നിശ്ചയിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഈ അത്താഴമേശയിൽ ഒരുമിച്ചുണ്ടാവണം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഈ സമയത്തോട് നിങ്ങൾ നീതി പുലർത്തണം. ഈ സമയമാകുമ്പോൾ നിങ്ങളെല്ലാവരും വരണം. ഇത് എൻ്റെ കൽപ്പനയാണ്. അപ്പനെന്ന എൻ്റെ അവകാശമാണ് ഇത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ മക്കളിൽ 7 പേരിലും 6 പേരും ഈ കാര്യത്തോട് യോജിച്ചു. കാരണം അവർ കുറേ ഒഴികഴിവൊക്കെ പറഞ്ഞു അപ്പനോട്. കാരണം അവർക്ക് നിരവധി അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പനാണ് അത് പറഞ്ഞത്. അപ്പനാണ് ഞങ്ങളെ വളർത്തിയത്, അപ്പനാണ് ഞങ്ങളെ ജനിപ്പിച്ചത്. അതുപോലെ തന്നെ അപ്പനോടുള്ള സ്നേഹം, ബഹുമാനം എന്നിവ മുൻനിർത്തി അവർ പറഞ്ഞു, ശരി അപ്പൻ, ഞങ്ങൾ ഇനി മുതൽ അപ്പൻ പറഞ്ഞ സമയത്ത് ഒരുമിച്ച് വരാം. എന്നാൽ മറ്റൊരു ഒരു മകൻ മാത്രം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതിൽ അപ്പൻ ഇടപെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെയൊരു കാര്യം അപ്പൻ ചെയ്യുന്നതിൻ്റെ പിറകിൽ അപ്പന് കുറേ കാര്യങ്ങളുണ്ട്, അപ്പന് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതാണ് സൗകര്യം. അപ്പോൾ ഈ സൗകര്യത്തിൽ നിന്ന് മാറാനായിട്ട് ഞാൻ തയ്യാറല്ല. അപ്പന് പല ഗൂഢലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് എന്നെ ഈ സമയത്തിൽ നിന്നൊക്കെ മാറ്റുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളെല്ലാവരെയും മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മകൻ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റു മക്കളും അപ്പനും അവനെ പറഞ്ഞ് മനസ്സിലാക്കി, ഇല്ല മകനെ, എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ഒരു അത്താഴമേശയിൽ ഒരുമിച്ച് വരണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മ, കുടുംബത്തിൻ്റേതായ കൂട്ടായ്മ നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. എല്ലാവരെയും ഒരുപോലെ നമുക്ക് കാണണം, എല്ലാവരും ഒരുപോലെ സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധം പുതുക്കണം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഒരു മകൻ മാത്രം അത് ചെവിക്കൊള്ളാനായിട്ട് അവൻ തയ്യാറായില്ല. അവന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവൻ മറ്റുള്ള മക്കളുടെ അടുത്തൊക്കെ ചെന്നു. അപ്പോൾ മറ്റുള്ള മക്കളൊക്കെ അവനോട് പറഞ്ഞു, എടാ, ഞങ്ങൾക്കും താല്പര്യമില്ല അത് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങൾക്ക് സൗകര്യമുള്ള സമയമല്ല ഇത്. എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ അപ്പൻ പറഞ്ഞത് കേൾക്കുകയാണ്. കാരണം അത് അപ്പനല്ലേ, അപ്പനല്ലേ നമ്മളെ വളർത്തിയത്, അപ്പനല്ലേ നമ്മളെ ജനിപ്പിച്ചത്. അപ്പനോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ, അപ്പനോട് നമ്മൾ വിധേയത്വം കാണിക്കണ്ടേ, അപ്പം പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മകനെ അവർ തിരുത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ മകൻ അതൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവസാനം ആ മകൻ പറയുന്നു, എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ആരിൽ നിന്നും സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട്
ഞാൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറേ ആളുകളെ ഞാൻ കണ്ടുപിടിക്കും. അവർ മുഖാന്തരം ഞാൻ ഈ ആവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കവലകളിൽ ചെന്ന് ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൻ ഏകാധിപത്യ ഭരണമാണ് വീട്ടിൽ നടത്തുന്നത്. അപ്പോൾ അത് അപ്പൻ്റെ തന്നിഷ്ടമാണ് അവിടെ നടത്തുന്നത്. ഞങ്ങളോടൊന്നും വ്യക്തമായിട്ട് കൂടിയാലോചന ചോദിക്കാതൊക്കെയാണ് അപ്പൻ തീരുമാനമെടുത്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഈ മകൻ വന്ന് ഈ കവലയിൽ വന്ന് എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് നാട്ടുകാർ പറഞ്ഞു, എടാ അത് നിൻ്റെ അപ്പനല്ലേ, അപ്പം പറയുന്നത് നിനക്ക് കേട്ടുകഴിഞ്ഞാൽ എന്താ കുഴപ്പം, അപ്പം പറഞ്ഞത് അനുസരിച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നിനക്കെന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും തന്നെയും അതപ്പം പറഞ്ഞതല്ലേ, നിനക്കത് നല്ലതിനേ വരുള്ളൂ എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ പറഞ്ഞവരൊക്കെ ഇവരുടെ കുടുംബത്തോട് സ്നേഹമുള്ള കുറേ ആളുകളാണ്. ഈ കുടുംബത്തെ അവർക്കറിയാം, കുറേ നാളുകളായിട്ടറിയാം. ഈ കുടുംബം നല്ലൊരു കുടുംബമാണ്, ആ അപ്പൻ നല്ലൊരു അപ്പനാണ്, അപ്പൻ അങ്ങനെ വഴിവിട്ടൊരു കാര്യങ്ങൾ ചെയ്യാത്തൊരപ്പനാണ്, അപ്പന് നന്മകളുള്ള അപ്പനാണ്, മറ്റുള്ളവരെ സഹായിക്കുന്ന അപ്പനാണ്, അങ്ങനെയുള്ളൊരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബം നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കാത്ത കുറേ നാട്ടുകാർ പറഞ്ഞു, ഇത് നീ തിരിച്ചു പോകണം, തിരിച്ച് അപ്പനോട് രമ്യതപ്പെടണം, നീ അപ്പൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യും, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നു. പക്ഷേ കുറച്ച് നാട്ടുകാർ ഈ മകൻ്റെ പക്ഷം ചേർന്നു. കാരണം അവർക്കെല്ലാവർക്കും ഈ കുടുംബത്തോട് അസൂയായിരുന്നു. ഈ കുടുംബം എങ്ങനെയെങ്കിലും തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ മകനോടൊപ്പം കൂടി ചേർന്നു. മകനെ എരുതിയിൽ എണ്ണ ഒഴിക്കണ രീതിയിൽ മകനോട് പറയാൻ തുടങ്ങി. എന്നാലും നിന്നോട് ചോദിക്കാതെ അപ്പൻ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടുണ്ടോ? അപ്പൻ വേണ്ടത്ര ആലോചന ചെയ്തോ? വേണ്ടത്ര ചർച്ച നടത്തിയോ? അതുപോലെ തന്നെ മറ്റു മക്കളെയും അപ്പൻ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ മറ്റു മക്കളെ എല്ലാവരോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, നമുക്ക് കോടതിയിൽ പോകാം, എന്നിട്ട് അപ്പനെ കൊണ്ട് ഈ സമയത്തിൽ നിന്നുള്ള ബന്ധനത്തിൽ നിന്ന് നിന്നെ നമുക്ക് വിമുക്തമാക്കാം, നിനക്കിഷ്ടമുള്ള സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഞങ്ങൾ നേടിയെടുത്ത് തരാം. അങ്ങനെ ഒരു അപ്പൻ പറയേണ്ട ഇവിടെ ആവശ്യമില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലേ? ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള അവകാശമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാട്ടുകാർ ഈ മകൻ്റെ ഒപ്പം കൂടുകയും ഈ അപ്പനെതിരെ കേസ് കൊടുക്കാനും അപ്പൻ പുറത്തിറങ്ങുമ്പോൾ അപ്പനെ കൂകി വിളിക്കാനും അപ്പനോട് യെസ് പറഞ്ഞ അല്ലെങ്കിൽ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ വഴിയിൽ കാണുമ്പോഴൊക്കെ ഉപദ്രവിക്കാനും അവരെ കളിയാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ അത് നമ്മുടെ ഈ നാട്ടിലൊന്നും നടക്കാത്തൊരു സംഭവമാണ്. വേറൊരു ദൂരെയുള്ളൊരു രാജ്യത്ത് നടക്കുന്നൊരു കാര്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ കഥയിലേക്ക് വരാം, നമ്മുടെ കേസിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ സീറോ മലബാർ സഭയിലെ വൈദികർ, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ വൈദികരും അൽമായരും വളരെ ധീരമായി നിന്നുകൊണ്ട് പോരാടുന്ന ചിത്രങ്ങളും വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയായിട്ടുള്ള എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ധ്യാനഗുരുക്കന്മാരുടെ ആത്മീയ അറിവുകളോ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ ജ്ഞാനമോ ഒന്നുമില്ല. സാധാരണ വിശ്വാസി, ദൈവത്തിൻ്റെ അനുഭവം ലഭിച്ച, ദൈവത്തെ അറിഞ്ഞ ഒരു വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങളിത് കാണണം. ആദ്യമായിട്ട് ഒരു തിരുവചനം വായിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്, തീത്തോസ് 3:2. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക. തീത്തോസിനോട് പൗലോസ്ലീഹ പറയുന്ന വചനങ്ങളാണ്.
അതിനുശേഷം പിന്നീട് 3 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു. തീത്തോസ് 3 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഭ എടുക്കാൻ പോകുന്ന നിലപാട് ഇത് തന്നെയാണ് അല്ലേ? വചനത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് കലഹങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സഭയിൽ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോട് ചെയ്യാൻ പോകുന്ന നടപടികൾ തന്നെയാണിത്. അതുതന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരുടെ ഒപ്പം നിൽക്കണം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മളുടെ ശത്രു ഈ വൈദികരും ഇതിനെ അനുകൂലിക്കുന്ന വളരെ ചുരുക്കമുള്ള ജനങ്ങളും അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, എല്ലാവർക്കും പലതും പറയാനുണ്ട്, പല നന്മകളും അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങളും പറയാനുണ്ട്. നമ്മളിപ്പോൾ ആ ശരിയും തെറ്റും നോക്കേണ്ട സമയമല്ല. നമ്മുടെ സഭയെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രസിച്ചിരിക്കുന്ന വലിയ തിന്മയുടെ അരൂപിയെ നമ്മുടെ അതിൽ നിന്ന് ഇറക്കിവിടേണ്ട സമയമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു പൊതുശത്രുവിൻ്റെ വേണ്ടിയിട്ട് ഒന്നിക്കുന്നത് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള വിഘടിതമായി നിൽക്കുന്ന എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സഭയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിട്ട് മാറും. കാരണം ഈ സഭയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ദൈവം അനുവദിക്കുന്നത്, അതിൻ്റെ പിറകിൽ തന്നെ വലിയ കാരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഏതുവരെയാണ്, നെല്ലും പതിരിനെയും തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമായിട്ട് നമുക്കിതിനെ കണ്ടാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ആരാധന ക്രമത്തിലെ ആചാരങ്ങളിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തതോ ഒന്നല്ല പ്രധാന കാരണം. നല്ലൊരു ദൈവശാസ്ത്ര പണ്ഡിതനോ അല്ലെങ്കിൽ സഭാ പണ്ഡിതനോ ഈ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പൗലോസ് പറഞ്ഞ പോലെ തന്നെ പണ്ടും സഭയിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പല കാര്യങ്ങളെ പറ്റിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെ വരണം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവണം എന്നൊക്കെ വാശി പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല അല്ലേ? നമുക്ക് സ്നേഹമില്ലെങ്കിൽ, പൗലോസ് തന്നെ പറഞ്ഞു, സ്നേഹമില്ലെങ്കിൽ നമ്മളൊക്കെ മുഴങ്ങുന്ന ചേങ്ങലയോ കൈത്താളങ്ങളോ ആണെന്ന്. നമ്മൾ എത്ര വലിയ കുർബാനകൾ നടത്തിയാലും എത്ര വലിയ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിയാലും സ്നേഹമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒന്നിനും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഇന്ന് നമ്മൾ ഈ കുർബാന അല്ലെങ്കിൽ ഈ കുർബാന പഴയ കുർബാന എന്ന് പറയുന്ന കുർബാന അതുപോലെ നടത്താൻ വേണ്ടിയിട്ട് ബലം പ്രയോഗിച്ച് നമ്മൾ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ബലപ്രയോഗത്തിൽ കൂടെ സ്നേഹമില്ലാതെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മേലധ്യക്ഷന്മാരുമായിട്ട് രമ്യതപ്പെടാതെ സഹോദരങ്ങളായിട്ട് രമ്യതപ്പെടാതെ ചെയ്യുന്ന കുർബാനയ്ക്ക് എന്ത് പ്രയോജനമാണുള്ളത്? എന്ത് വാലിഡിറ്റിയാണുള്ളത്? അത് അവരുടെ തന്നെ നാശത്തിന് കാരണമായി തീരും. കാരണം അവിടെ വാഴുന്നത് എന്താണ്? പിശാചാണ്. ശരിക്കും ഒരു സാത്താൻ ആരാധന തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മളത് എടുത്തു നോക്കിയാൽ അറിയാം. സാത്താനിക മാസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതാണ് സാത്താനിക് മാസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയെ മുന്നിൽ വെച്ചുകൊണ്ട് വെറുപ്പോടും വിരോധത്തോടും തെറിവിളികളോടും കൂടെ അതിനെ പരികർമ്മം ചെയ്യുക. അത് ഏത് പക്ഷക്കാരായാലും ശരി, വിഘടിത പക്ഷക്കാരായാലും ശരി, സഭയുടെ പക്ഷക്കാരായാലും ശരി, വിശുദ്ധ കുർബാനയുടെ മുന്നിൽ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടെ നിന്നും നമ്മളത് പരികരണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് സാത്താൻ്റെ കുർബാനയായിട്ട് തീരാണ്. അപ്പോൾ നമുക്കറിയാം, സഭ ഒരു തീരുമാനം എടുക്കുന്നു. സഭയ്ക്ക് വേറെ അതിൽ കൂടുതൽ ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു ആരാധനാ ക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധന പ്രശ്നമല്ല. ശരിക്കും ഇതൊരു അനുസരണത്തിൻ്റെ പ്രശ്നമാണ്. അത് ഇതല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമായിട്ട് ഇനിയും സഭയിൽ വരും. കാരണം ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഒരാളും പറയില്ല. അപ്പോൾ ആ പ്രശ്നമല്ല അതിൻ്റെ കാരണം. അതിൻ്റെ പിറകിലിരിക്കുന്നത് അനുസരണക്കേട് തന്നെയാണ്. ആ അനുസരണക്കേടും അതുപോലെ തന്നെ ഓരോ മനുഷ്യരുടെ അഹങ്കാരവും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിക്കുന്ന തിന്മ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ വിഷയത്തിന് അല്ലെങ്കിൽ വേറെ വിഷയത്തിൽ അത് പുറത്തു വരും. അപ്പോൾ അത് മാറാതെ ഒരു നല്ലൊരു ഇടവകജനം അല്ലെങ്കിൽ ഒരു നല്ലൊരു സഭയായിട്ട് ഇത് മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എന്തായാലും അനിവാര്യമാണ് സഭയിൽ. പക്ഷേ ഈ സമയത്തായിരിക്കും ഓരോരുത്തരുടെയും വിശ്വാസം പരിശോധിക്കുന്ന സമയം, അല്ലേ? കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10 അധ്യായത്തിൽ 27 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ആടുകൾ ഇടയനെ തിരിച്ചറിയും, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അവസാന നാളുകളിലെ പരീക്ഷകളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ യേശു പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന അന്ത്യക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാറുണ്ട്. പലതും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ പറ്റിയുണ്ട്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അന്ത്യക്രിസ്തു ആണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരോടൊപ്പം നിൽക്കും? നമ്മളുടെ ഇടവ വൈദികൻ നമ്മളോട് പറയുന്നു ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. എന്നാൽ സഭാ മേലധികാരികൾ പറയുന്നു ഇതാണ് ശരി, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ജനങ്ങൾ ഏത് തീരുമാനമെടുക്കും? ആരോടൊപ്പം നിൽക്കും? ഇതൊരു വലിയൊരു സംഭവമാണ്. ഇത് തന്നെയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന പരീക്ഷകൾ. ഇവിടെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ശരിയായി തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് ദൈവാത്മാവുള്ളവനും ദൈവത്തെ അറിഞ്ഞവനും മാത്രമാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് സത്യം, എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് കഴിയുക. അത് കർത്താവ് പറഞ്ഞ പോലെ തന്നെ കർത്താവിനുള്ള ആടുകൾ അവനെ തിരിച്ചറിയും, അല്ലെങ്കിൽ അവനെ അറിഞ്ഞവർ അവൻ്റെ സഭയെ തിരിച്ചറിയും, അവനെ തിരിച്ചറിയും, അങ്ങോട്ട് തന്നെ പോവും. അല്ലാത്തവൻ അതിൽ നിന്ന് മാറും. അപ്പോൾ ഇത് മാറാതെ നിൽക്കുന്നത് പ്രത്യേകിച്ചൊന്നും കൊണ്ടല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സഭകളിൽ സംഭവിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ആളുകൾ മാറാതിരിക്കുന്നത്. ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനിയും കുറേ വിഘടിത ആളുകൾ വരും. അവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരുവിലിറങ്ങും, അവർ ചോദ്യം ചെയ്യും, അവർ വിശ്വാസത്തിൽ നിന്ന് മാറും. അപ്പോൾ അത് വ്യക്തമാണ്. നമ്മൾ എത്ര പേര് ഈ സഭയെയും യേശു ക്രിസ്തുവിനെയും യേശു പഠിപ്പിച്ച കാര്യങ്ങളെ പറ്റിയും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതറിയാനുള്ള വലിയൊരു മാർഗം തന്നെയാണിത്, ഈ പരീക്ഷകൾ. അപ്പോൾ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഓരോ സഭയിലെയും പുഴുക്കുത്തുകൾ, അല്ലെങ്കിൽ ഓരോ സഭയിലെയും കളകൾ പൊന്താൻ അല്ലെങ്കിൽ പിഴുതെറിയേണ്ട സമയം വരുന്നുണ്ട്. അപ്പോൾ അത് വെളിപ്പെടുന്നതാണ് പലപ്പോഴും. നമ്മളുടെ ഓരോ സംഭവങ്ങളിൽ വരുമ്പോൾ അത് വെളിപ്പെടും. അതുപോലെ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോധ്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് ആത്മശോധന ചെയ്യേണ്ട സമയമാണ്.
സഭയ്ക്കും ആത്മശോധന ചെയ്യേണ്ട സമയമാണല്ലേ. വെറുതെ സാധാരണ ജനങ്ങളല്ല ഇതിലേക്ക് മുന്നോട്ട് വന്നത്. നല്ല പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വൈദികർ തന്നെയാണ് ഇതിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ എത്ര നാൾ പഠിച്ചത് എന്താണ്, എന്താണ് അവർ പ്രാക്ടീസ് ചെയ്തത്, അവരുടെ ആത്മീയ ജീവിതം എന്തായിരുന്നെന്ന് വെളിച്ചത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സഭ തന്നെ അത് ആത്മശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ വിശ്വാസം പരിശീലിപ്പിക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയോ? നമ്മുടെ വിശ്വാസത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നതിന്, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ സഭയ്ക്ക് തെറ്റുപറ്റിയോ എന്നുള്ളത് നമ്മുടെ സഭ ശരിക്കും ചിന്തിക്കേണ്ട സമയം ആണിത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള സന്ദർഭങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെ വിശ്വാസികൾ, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സഭയാണ് എല്ലാ അധികാരങ്ങളും കൈയാളുന്നത്. നമ്മൾക്കറിയാം, ഇതിൽ ഭൗതികമായ അധികാരങ്ങളുണ്ട്, ആത്മീയ അധികാരങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോടതി വഴിയായിട്ടോ അല്ലെങ്കിൽ ജാഥ നടത്തിയോ പ്രതിഷേധിച്ചുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ ഭൗതിക അധികാരങ്ങളൊക്കെ മേടിച്ചെടുക്കാം. നമുക്ക് പള്ളികൾ സ്വന്തമാക്കാം, പള്ളികളിൽ നിന്ന് സഭാ മേലധികാരികളെ പുറത്താക്കാം, സ്വന്തമായിട്ട് സഭ ഉണ്ടാക്കാം, എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഈ ആത്മീയ അധികാരം നമുക്ക് ഒരിക്കലും ബലപ്രയോഗത്തിൽ കൂടിയോ പ്രകടനത്തിൽ കൂടിയോ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ലെന്ന് വിശ്വാസികൾ തിരിച്ചറിയാം. നിങ്ങളുടെ ഈ വിഘടിത വൈദികരുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളൊന്ന് വൈദികരോട് ചോദിച്ചു നോക്കുക, ഈ ആത്മീയ അധികാരം സഭ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് സഭ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയിൽ നിന്നുള്ള ഈ പ്രസാദവരം നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, സഭാധികാരികൾ, മേലധികാരികളിലാണ് ഇത് നിക്ഷിപ്തമായിരിക്കുന്നത്. ശ്ലൈഹിക പാരമ്പര്യത്തിൽ കൂടെ സഭ കൈമാറി വരുന്ന സഭയുടെ അധികാരം അത് ഇടയിൽ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ സഭയിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രസാദവരത്തിൻ്റെയും കൃപയുടെയും ഒഴുക്ക് നിലയ്ക്കും. അപ്പോൾ ഇവിടുത്തെ മേലധികാരികൾ ഈ വൈദികരെ അസാധുവാക്കുകയാണ്, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കുർബാനയെ അസാധുവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ, മേലധികാരിയുടെ, നമ്മുടെ ആർച്ച് ബിഷപ്പിൻ്റെയോ മാർപ്പാപ്പയുടെയോ ഒരു വാക്ക് മതി, അവരുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു വാക്ക് മതി ഈ അധികാരങ്ങൾ നിലയ്ക്കാനായിട്ട്, ഈ ആത്മീയ പ്രസാദപരം നിലയ്ക്കാനായിട്ട്. അത് നിലച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പള്ളിയിൽ എത്ര 10,000 നിരത്തിക്കൊണ്ട് മെഴുകുതിരി കത്തിച്ച് കുർബാന നടത്തിയാലും, 10,000 വാട്ട്സിൻ്റെ സ്പീക്കറിൽ പാട്ട് കുർബാന നടത്തിയാലും, ചെണ്ടമേളങ്ങൾ നടത്തിയാലും ഒരു തരി പോലും പ്രസാദപരമോ കൃപയോ രക്ഷയോ കടന്നു വരില്ല. അത് നിങ്ങളുടെ വൈദികരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. സഭ കെട്ടിക്കഴിഞ്ഞാൽ, സഭയുടെ ഭണ്ഡാരം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ അതൊരിക്കലും ചോദ്യം ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. അത് നിങ്ങൾ എത്ര കേസ് കൊടുത്താലും, കോടതി നിർദ്ദേശിച്ചാലും സഭയ്ക്ക് അത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതാണ് ആത്മീയ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളെ ഈ വിഘടിതമായിട്ടുള്ള ആൾക്കാർ കുഴിയിൽ ചാടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. വൺസ് നിങ്ങൾ ഈ മഹറോൻ ശിക്ഷയോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സഭയിൽ നിന്ന് പുറത്താക്കുന്ന ശിക്ഷയിൽ നടപടിയായിട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് അതാണ്. നിങ്ങളുടെ മേലുള്ള വലിയ കൃപയുടെ ഒഴുക്ക് നിലയ്ക്കും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. അല്ല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പള്ളികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പണിതുണ്ടാക്കാം, അല്ലെങ്കിൽ സ്വത്തുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കേസ് നടത്തി മേടിക്കാം. പക്ഷേ ഈ അധികാരം കിട്ടില്ല, ഈ കൃപകൾ കിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കുർബാനകളൊക്കെ വെറുതെ ഒരു നാടകം പോലെ നിങ്ങളവിടെ ആൾക്കാരെ വിളിച്ച് നടത്തുന്ന പരിപാടികളായിട്ടത് മാറും. അതിലൊന്നും ഒരു അധികാര സ്വർഗത്തിൽ നിന്നൊന്നും അതിലേക്ക് കടന്നു വരില്ല എന്നുള്ളത് സാധാരണപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൈദികരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പലരെയും പരിശീലിപ്പിക്കുന്നുണ്ട്,
നിങ്ങൾ വലിയ ആത്മീയ പുരോഹിതരാണ്, ഗുരുക്കന്മാരാണ്. നിങ്ങളുടെ ധൈര്യം എവിടെ പോയി? നിങ്ങളിൽ പകുതി പേർക്കും ഇപ്പോൾ വിഘടിതമായിട്ട് നിൽക്കുന്ന പല വൈദികരുടെയും ഉള്ളിലറിയാം എന്താണ് ശരിയെന്ന്. ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ അവർക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയുള്ള വലിയ പേടിയാണ് പല വൈദികരെയും അത് ചെയ്യാതെ മാറ്റി നിർത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ കുപ്പായത്തിൽ ചെളി പൊരുളുമെന്ന് അവർക്കൊരു പേടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളായിട്ടുള്ള വൈദികരെ, നിങ്ങൾക്ക് ആരോടാണ് കൂറ്? യേശു ക്രിസ്തുവിനോടാണോ? യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയോടൊപ്പമാണോ? അതോ നിങ്ങളുടെ സ്നേഹിതരായിട്ടുള്ള വൈദികരോടാണോ? സ്നേഹബന്ധത്തിനാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കടപ്പാട്, പൗലോസ്ലീഹ പറയുന്ന പോലെ നിങ്ങളുടെ കടപ്പാട് ആരോടാണ്? നിങ്ങൾ ഈ യേശു ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കാനും അപമാനമേൽക്കാനും വിളിക്കപ്പെട്ടവരല്ലേ നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ തള്ളി പറയുമ്പോൾ നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജാള്യത മറയ്ക്കാനായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും പല കാരണങ്ങളെ കൊണ്ടോ നിങ്ങൾ ആ സത്യത്തെ നിങ്ങൾ പറയാതെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം തിന്മയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നുകൊണ്ട് പറയേ, ഇതല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല പരിഹരിക്കേണ്ടത്, ഇത് സഭയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്, സഭയെ അനുസരിക്കണം എന്നുള്ള നിലപാട് നിങ്ങൾ ധൈര്യപൂർവ്വം പറയേ. അതുമൂലം നിങ്ങൾ കേൾക്കുന്ന പീഡനങ്ങളോ പരിഹാസങ്ങളോ നിങ്ങളത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക. അതിനേക്കാളും വലിയ അനുഗ്രഹം എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ ക്രിസ്തുവിനെ തള്ളി പറയാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അന്ന് പത്രോസ്ലീഹ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട്, പേടികൊണ്ട്. അപ്പോൾ അതൊരു കാര്യം. പിന്നൊരു കാര്യം പറയാനുള്ളത്, നിരവധി വൈദികരെയും നിരവധി സന്യസ്തരെയും ലോകത്തിന് മാതൃകളായിട്ടുള്ള സന്യസ്തരെയും ലോകത്തിനായിട്ട് നൽകിയിട്ടുള്ള ഒരു വലിയ സഭയാണ് സീറോ മലബാർ സഭ. ഇന്ന് ഏത് രാജ്യങ്ങളിൽ ചെന്ന് നോക്കി കഴിഞ്ഞാലും അവിടെ എല്ലാം പള്ളികളിൽ സർവ് ചെയ്യുന്നത് സീറോ മലബാർ സഭയിൽ നിന്നുള്ള വൈദികരാണ്. അതുപോലെ തന്നെ ഈ സഭയെപ്പറ്റി എല്ലാവർക്കും വലിയ അഭിപ്രായമുണ്ട്. വലിയ വിശുദ്ധരായിട്ടുള്ള വൈദികർ, ധ്യാന കേന്ദ്രങ്ങൾ, ആത്മീയതയുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും തീഷ്ണതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധിയുള്ള, ആത്മീയ ഉണർവുള്ള ഒരു സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ആ ഒരു സീറോ മലബാർ സഭയിൽ കുറച്ച് പേരുടെ പ്രവർത്തനം മൂലം മറ്റുള്ളവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകേണ്ടി വരുന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. സീറോ മലബാർ സഭാംഗമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഓരോ ആളുകളും മാറ്റപ്പെടുന്നത് എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ നിരവധി പേര് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു ആരാധനക്രമത്തിന് വേണ്ടി തല്ലുകൂടി ദൈവത്തിൻ്റെ നാമം ഇങ്ങനെ കളങ്കിതമാക്കിക്കൊണ്ട് ഓരോ ദിവസവും ചാനൽ ചർച്ചകളിൽ കൂടെയും തെരുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടും ഈ സഭയെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിരവധി പേര് മിഷൻ പ്രവർത്തനത്തിലായിട്ട് നിരവധി സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മൊറാലിറ്റിക്ക് നിങ്ങൾ ക്ഷതമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം അവർ സുവിശേഷ പ്രഘോഷണമായിട്ട് നടക്കുമ്പോൾ അവർ പറയുന്നതൊന്ന്, അവർ ഇവിടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. അവരുടെ വാക്ക് ആര് കേൾക്കും? ഈ സംഭവ വികാസങ്ങളൊക്കെ അറിയുന്ന ഒരാൾ ഇനി നാളെ ഇത് എത്ര ഗുരുതരമായിട്ട് മാറുമെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു വലിയൊരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാത്രം മതി ഈ സഭയുടെ പാരമ്പര്യത്തിൽ ഏൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ
കളങ്കമായിട്ട് മുറിവായിട്ട് അത് മാറാൻ. അങ്ങനെ ഒരു സഭയിൽ നിന്നുകൊണ്ട് ഒരാൾ പോയിട്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ എന്ത് പറയും? അവർ ഇവരെ തല്ലി ഓടിക്കില്ലേ? നിങ്ങൾ ഏറ്റവും പോയിട്ട് നിങ്ങളുടെ അച്ഛന്മാരെയും മെത്രാന്മാരെയും നിങ്ങളുടെ വിശ്വാസികളെ ഏറ്റവും സുവിശേഷം പ്രഘോഷിക്കുക, അതിന് ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ആദ്യം നല്ല പറയുള്ളൂ. ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്കൊക്കെ ഇത് അവർക്കെതിരെയുള്ള കാര്യങ്ങളായിട്ട് ഇത് മാറാണ്, എതിർ സാക്ഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപും പറഞ്ഞു, നമ്മുടെ ഭാഗത്താണ് ശരി, നിങ്ങളുടെ ഭാഗത്താണ് ശരിയാണ്, നിങ്ങളുടെ ഭാഗത്താണ് ശരി. നിങ്ങളത് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കത് സ്വീകരിച്ചുകൂടെ? ഞങ്ങളുടെ ഭാഗത്താണ് ശരി, ഞങ്ങളതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്താണ് ശരി. എന്നാൽ ഞങ്ങളുടെ സഭയുടെ ഒരുമയെ പ്രതി, ഞങ്ങളുടെ സഭാംഗങ്ങളുടെ എല്ലാവരുടെയും സുസ്ഥിതിയെ പ്രതി, പൊതുവായ നന്മയെ പ്രതി ഞങ്ങൾ ഇതിപ്പോൾ സ്വീകരിക്കുകയാണ് എന്ന് നിങ്ങൾക്കൊരു നിലപാടെടുത്തൂടെ? ഞാൻ പറയട്ടെ, ഇങ്ങനെയൊരു നിലപാട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു നിലപാട് മതി ഈ സഭയുടെ ബഹുമതി വളരെ ഇരട്ടിയിലധികം വർദ്ധിക്കാനായിട്ട്. ഈ സഭയുടെ പുകഴ്ച ഇതിനേക്കാളും ഇരട്ടിയിലേറെ വർദ്ധിക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു നിലപാട് മാത്രം മതി. കാരണം ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ ആ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചു എന്നുള്ള ഒരു വാർത്ത മതി ഈ സഭയെപ്പറ്റി ലോകം മൊത്തം പ്രശംസിക്കാനായിട്ട്. ഈ സഭാ അംഗങ്ങൾക്ക് എല്ലാവർക്കും അത് ബഹുമാനത്തിനും അഭിനന്ദനത്തിനും അത് വഴിയാവും. നമ്മളെടുക്കുന്ന ഒരു നിലപാട്. ഈ തർക്കങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളെല്ലാവരും എവിടേക്ക് പോകണേ? നമ്മൾ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തെരുവിൽ തല്ലുകൂടി കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്തായിരിക്കും പറയാൻ പോകുന്നത് നമ്മളോട്? അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി വേറെയാണ്. അതുകൊണ്ടാണ് നല്ലവരായിട്ടുള്ള മറ്റു വിശ്വാസികളോട് പറയുന്നത്, ഈ അരൂപിയെ പുറത്താക്കാനായിട്ട് ഇനി ഇവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇവരെ എല്ലാ ദിവസവും ഇരുന്ന് ചാനലിൽ കൂടിയും കമൻറ്റ് ബോക്സുകളൊക്കെ വഴിയായിട്ട്, പോസ്റ്റുകൾ വഴിയായിട്ട് ഇവരെ ഇരുന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അതായത് വിഘടിത വിഭാഗക്കാരെ സഭയുടെ അനുകൂലികൾ ഇരുന്നു കൊണ്ട് ചീത്തയും തെറിയും വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നതും തിന്മ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലും തിന്മയുടെ അരൂപി തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവില്ലേ? നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണല്ലേ നിങ്ങളുടെ പുറത്തേക്ക് വരുന്നത്. പലരും പറയാറുണ്ട്, ഇവരെല്ലാവരെയും പെട്ടെന്ന് പുറത്താക്കേണ്ട സമയമായി, വേഗം ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കുക, ഇത് പുറത്താകാതിരിക്കുന്ന സഭയ്ക്ക് ചങ്കൂറ്റമില്ല, നട്ടലില്ല എന്നൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഈ ഇടവക ജനം, ഇത്രയുമുള്ള ജനങ്ങൾ ഈ സഭയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രവർത്തിക്കുന്നത് തിന്മ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. നിങ്ങൾ സഭയുടെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനം മൊത്തം ശിക്ഷ കിട്ടണം, അവരെല്ലാവരും സഭയിൽ നിന്ന് മാറിപ്പോവണം, അവർ വേറെ സഭയായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ വഴിയായിട്ട് പറയുന്നവരോട് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് തിന്മ തന്നെയാണ്. നിങ്ങൾക്കെങ്ങനെ ഒരു 99-100 ആടുകളുണ്ടായിരിക്കെ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ 99നെയും അവിടെ വിട്ടുകൊണ്ട് ഒരാടിന് വേണ്ടി അലഞ്ഞു പോയ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറയുന്ന നിങ്ങളുടെ മനോഭാവം എന്താണ്? 99 പൊക്കോട്ടെ, ഒരെണ്ണം മതി എന്നുള്ളതല്ലേ? ഇനി മുതൽ ഈ വഴക്കുണ്ടാക്കുന്നവർ, അത് ഏത് പക്ഷക്കാരായാലും ശരി, നിങ്ങൾ ക്രിസ്ത്യാനികളെന്ന് നിങ്ങൾ വിളിക്കാതിരിക്കുക സ്വയമായിട്ട്. മറ്റുള്ള ക്രിസ്ത്യാനികൾക്കും കൂടി അപമാനകരമായിട്ട് പ്രവർത്തിക്കാതെ നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാതിരിക്കുക. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അനുയായിയാണ് അല്ലേ?
ക്രിസ്തുവിൻ്റെ അനുയായി എന്നുള്ള പേര് വെച്ചുകൊണ്ട് ക്രിസ്തുവിന് നിരക്കാത്തത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു എതിർസാക്ഷിയല്ലേ? മറ്റു ജനങ്ങൾ ഇതിലേക്ക്, ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരാനായിട്ടിരിക്കുന്ന നിരവധി ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിനി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമോ? നിങ്ങളുടെ ക്രിസ്തുവും നിങ്ങളുടെ ഗുരുവും നിങ്ങളുടെ ശിഷ്യന്മാരുടെയും സ്വഭാവവും ഇതാണെന്ന് അവർ പറഞ്ഞു നടക്കില്ലേ? അതുപോലെ തന്നെ ഈ കുരിശ് രൂപമൊക്കെ കഴുത്തിൽ ധരിക്കുന്നവർ സഹനത്തിൻ്റെയും എളിമയുടെയും സൗമ്യതയുടെയും പ്രതീകമായ ക്രിസ്തുവിൻ്റെ ക്രൂശ് രൂപം കഴുത്തിലിട്ടുകൊണ്ട് സഹിക്കാനും പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല, ഒത്തുതീർക്കാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിടാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ കുരിശ് രൂപമെങ്കിലും ഊരി വയ്ക്കുക. അത്രയെങ്കിലും തിന്മയുടെ ഭാരം നിങ്ങളുടെ മേൽ വരാതിരിക്കട്ടെ. ഇനി അടുത്തത് ജപമാല അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇല്ലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിധേയപ്പെട്ട പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ സ്വഭാവത്തിൻ്റെ ഒരംശം പോലും കാണിക്കാതെ, വിധേയപ്പെടാനുള്ള മനോഭാവമില്ലാതെ കഴുത്തിൽ കൊന്തയിട്ടുകൊണ്ട് കൊന്തക്കള്ളന്മാരായിട്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സഭാനുയായികൾ, നിങ്ങൾ ആ കൊന്തെങ്കിലും ഊരി വയ്ക്കുക. അത്രയെങ്കിലും പാവം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ. കർത്താവ് പറയാറുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ എല്ലാം അറിയാം. നിങ്ങളെല്ലാം ബൈബിള് വായിച്ച് പഠിച്ച വലിയ പണ്ഡിതന്മാരാണ്, സഭാശാസ്ത്രം അറിയുന്ന പണ്ഡിതന്മാരാണ്, ദൈവശാസ്ത്രവും സഭാചരിത്രവും ഒക്കെ നല്ല അറിവുള്ള ആളുകളാണ്. എന്നിട്ട് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള ശിക്ഷ എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ, കരുണയില്ലെങ്കിൽ, ക്ഷമ, വിധേയത്വം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് നിയമങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അനുസരിക്കാനായിട്ട് ശ്രമിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെയാണല്ലേ ഫരിസേയരെയും നിയമജ്ഞരെയും ദൈവം യേശു ഇത്രയധികം അവഗണിച്ചതും അവരെ തിരുത്താനായിട്ട് പറഞ്ഞതും അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചതും അല്ല അതുകൊണ്ട് തന്നെയല്ലേ. അവരെല്ലാ നിയമങ്ങളും വളരെ കണിശതയോടുകൂടി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അല്ലേ, ഇതുപോലെ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നില്ല, അവരുടെ ഉള്ളിൽ കരുണയുണ്ടായിരുന്നില്ല, അവരുടെ ഉള്ളിൽ ഈ ക്ഷമാശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളൊന്നുമേ ഉണ്ടായിരുന്നില്ല. കർത്താവ് പറഞ്ഞത് ഇതാണ്, വലിയ പണ്ഡിതനല്ലെങ്കിലും സഭാശാസ്ത്രമൊന്നും അറിഞ്ഞില്ലെങ്കിലും സ്നേഹത്തോടുകൂടി പെരുമാറാനും മറ്റുള്ളവരെ ദയോടുകൂടി കാണാനും ക്ഷമയോടുകൂടി കേൾക്കാനുമുള്ള മനസ്സുള്ളവനാണ് ദൈവരാജ്യത്തിൽ വലിയവൻ. ഇന്ന് ഈ തല്ലുണ്ടാക്കി നിങ്ങൾ എന്തൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ അനന്തരഫലം അവർക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇതൊക്കെ ഞാൻ മുമ്പും പറഞ്ഞു, ഇതൊക്കെ കണ്ടുവരുന്ന ഒരു തലമുറയുണ്ട് ഇവിടെ. അവർ ഇതിനൊക്കെ മറുപടി പറയും. മറുപടി പറയുന്നത് ഏത് രീതിയിലാണെന്ന് നിങ്ങളുടെ ആയ കാലത്ത് ഒരു കാലം ഉണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നൊരു കാലം. ആ കാലത്ത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ മക്കൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം, നിങ്ങൾ വിതച്ചതിൻ്റെ വിളവ് അവർ കൊയ്യും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്താണ് വിതച്ചതെന്ന്. അപ്പോൾ ഓരോരുത്തർക്കും വിതച്ചതേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സഭയിലും അതറിയാൻ പറ്റും, നമ്മൾ എത്രമാത്രം നമ്മുടെ ഇടവക ജനത്തെ വിശ്വാസത്തിൽ വളർത്തി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ നമ്മൾ വിതച്ചതിൻ്റെ കൂലിയാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളോട് ഒരു കാര്യം കൂടി പറയുകയാണ്, അതായത് ഇതുപോലുള്ള വാലിഡിറ്റി ഈ വിശുദ്ധ കുർബാന സാധുവാകുകയാണെങ്കിൽ ഒരിക്കലും പോലും നിങ്ങൾ അതിനെതിരെ ബലപൂർവമോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നിങ്ങളത് പ്രതികരിക്കാതെ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ സിനഡ് കുർബാന അല്ലെങ്കിൽ
അപ്രൂവലായിട്ടുള്ള കുർബാന നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി കുർബാന കാണുക. അല്ലെങ്കിൽ മറ്റുള്ള കത്തോലിക്ക സഭ ലാറ്റിൻ കുർബാനകളുണ്ടാവും, അവിടെ എല്ലാം പോയി അത് കണ്ടുകൊണ്ട് നിങ്ങൾ മൗനമായിട്ട് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുക. അതുതന്നെയാണ് ഇത് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ ഇവരെയൊന്നും ബുദ്ധിപൂർവമൊക്കെ പിടിച്ച് ചർച്ച ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ടോ തെറി വിളിച്ചുകൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന രൂപി പിശാചിൻ്റെ രൂപിയാണ്. പിശാചിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതാണ് പലപ്പോഴും പറയുന്നൊരു കാര്യം, പലരും പറയുന്നൊരു കാര്യം, അതായത് ദൈവത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പിശാചിനെയും മനസ്സിലാക്കണം. പിശാച് എങ്ങനെയാണ് ഓരോ മനുഷ്യനിലും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തിന്മയെ ജയിക്കാനായിട്ട് നമുക്ക് നന്മ ചെയ്തേ മാത്രമേ നമുക്കതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥനയിൽ കൂടി ഉപവാസത്തിൽ കൂടി അല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. അപ്പോൾ ഇവരോടൊക്കെ നന്മയിൽ കൂടെ മറുപടി പറയുക. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? കൂടുതലായിട്ട് നന്മ ചെയ്താണ്, കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചന പ്രഘോഷണങ്ങൾ, പരിഹാര പ്രവൃത്തികൾ, ഉപവാസങ്ങൾ, ഇതൊക്കെ വഴി തന്നെയാണ് ഈ ഇടവക ജനത്തിൽ നിന്ന് ഈ തിന്മ ഇറങ്ങി പോവുകയുള്ളൂ, അല്ലെങ്കിൽ വൈദികരിൽ നിന്ന് ഈ തിന്മയുടെ സ്വാധീനം പോവുകയുള്ളൂ. അല്ലാതെ അവർക്കിനി അതിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവരതറിയുന്നില്ല. ആ തിന്മ അവരെ ഗ്രസിച്ചിരിക്കുന്നു, ആ തിന്മ അവരെ കീഴടക്കിയിരിക്കുന്നു. ഇനി അവരത് മനസ്താപം ഉണ്ടാവാതെ, മനസ്താപം ഉണ്ടാവണമെങ്കിൽ അവർക്കത് തിന്മയാണ് എന്നറിയണം. അപ്പോൾ അത് ഉണ്ടാവാനായിട്ട് ഇനി ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം, ഈ വൈദികർക്കും അതുപോലെ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആത്മായർക്കൊക്കെ വേണ്ടിയിട്ട്. ഒരു വലിയ മാനസാന്തരമില്ലാതെ ഒന്നും ഇത് പുറത്തൊന്നും പോവില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇനി ഈ തിന്മ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അതിപ്പോൾ എല്ലാവരും തമ്മിൽ അടികൂടുമ്പോൾ ഒരുത്തൻ അവിടെ ഇരുന്നു കൊണ്ട് ചിരിക്കുന്നുണ്ട്. അവനവിടെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് പരിഹസിക്കുകയാണ് എല്ലാവരെയും. തോമാസ് ലീഹാനെയൊക്കെ ഏറ്റവും ആദ്യം പരിഹസിക്കണേ. തോമാസ് ലീഹോട് പറയും, നിൻ്റെ ആളുകളൊക്കെ കണ്ടു, നിൻ്റെ ആളുകൾ അവിടെ തെരുവിൽ കിടന്ന് അടികൂടണ കണ്ടു, നീ എന്ത് വിശ്വാസമാണ് തോമാസ് ലീഹ നീ ഈ ഭാരതത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത്? നിൻ്റെ അനുയായികളായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസം ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവനിരുന്ന് പരിഹസിക്കുന്നുണ്ടോ തോമാസ് ലീഹാനെയും ദൈവത്തെയും? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള ഇടങ്ങൾ മൊത്തം അവൻ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറിവിളികളും ഉന്തിത്തള്ളലുകളും ബൈബിൾ എടുത്തെറിയലും അതുപോലെ തന്നെ പുറത്തുള്ള കൊളുത്തി ജാഥയും ഇതൊക്കെ കാണിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ നാമത്തെ അവഹേളിക്കാവുന്നുവോ അതൊക്കെ അവൻ അവിടെ ചെയ്തുകൊണ്ട് അവനവിടെ സന്തോഷിച്ച് ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ആരാണ് ഇതിൻ്റെ കാരണക്കാരനെന്നും ആരാണ് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്നും. ഇപ്പോഴും ആളുകൾ മനുഷ്യരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാ അച്ഛൻ്റെ പ്രശ്നം, ഇത് ഇയാളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് ഇന്ന ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലുകൂടി തമ്മിൽ വെറുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ യഥാർത്ഥ പ്രശ്നം തിന്മയാണ്. തിന്മ വളർന്നു കഴിഞ്ഞു. തിന്മ ഓരോരുത്തരുടെ ഉള്ളിലും കയറിപ്പറ്റി അവരെ ഗ്രസിച്ച് കൊണ്ടിരിക്കുന്നു. ഒരുക്കമില്ലാതെ നടക്കുന്ന എല്ലാവരിലും അത് കത്തിപ്പടരും. ഇതൊരു രോഗമാണ്, പകർച്ചവ്യാധിയാണ്. ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ മാർഗം? നല്ല പ്രതിരോധ ശക്തിയുള്ളവർക്ക് മാത്രമാണ് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവൻ ഈ വ്യാധിയുടെ പിടിയിൽ അമർന്നുകൊണ്ട് ഈ വ്യാധിക്ക് അടിമയായി തീരും. അപ്പോൾ നമ്മുടെ സഭയെ ബാധിച്ചിരിക്കുന്ന ഈ പകർച്ചവ്യാധിയെ ഇറക്കി കൊണ്ടുപോകാനായിട്ട് പെട്ടെന്നൊന്നും നടക്കില്ല. അത് നടക്കണമെങ്കിൽ
അത്രയും വലിയ മരുന്ന് പ്രയോഗിക്കണം. അത്രയും വലിയ മറ്റ് ജനങ്ങളൊക്കെ എല്ലാവരും പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ പോലെ ജനങ്ങളെല്ലാവരും ഈ പകർച്ചവ്യാധിയെപ്പറ്റി ബോധവാന്മാരാവണം. ഈ സഭയെ നശിപ്പിക്കാൻ പോകുന്ന ശത്രു അവിടെ ഞാൻ പറയുന്നു, ഇപ്പോഴും നിങ്ങൾ ഈ വൈദികർക്കെതിരെയോ ഈ അൽമായർക്കെതിരെയോ വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലും ആ തിന്മയുണ്ട്. നമ്മൾ വെറുപ്പ് കാണിക്കേണ്ടതും നമ്മൾ ദ്വേഷിക്കേണ്ടതും അവരിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപിയാണ്. ആ അരൂപിക്കെതിരെയാണ് നമ്മൾ പടവെട്ടേണ്ടത്. അല്ലാതെ ഈ വൈദികർക്കെതിരെയോ ഈ അൽമായർക്കെതിരെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ നിരപരാധികളാണ്. പക്ഷേ അവർ അപരാധികളാണ് താനും. കാരണം അവരറിയാതെ അവരെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദി അവർ തന്നെയാണ്. അവർ ഡ്രൈവ് ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ ഒരു തിന്മയെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാതെ നിങ്ങളെതിരെ ഇനി ഈ വൈദികർക്കെതിരെ വെറുപ്പും വിദ്വേഷവും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന വൈദികനെതിരെയും അൽമായ പ്രവർത്തകനെതിരെയൊക്കെ ഓരോരുത്തരും പെറുപെറുക്കുകയും അവർക്കെതിരെ തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പിശാച് ജയിച്ചു അവിടെയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുർബാനയെ സംരക്ഷിക്കാനും സഭയെ സംരക്ഷിക്കാനും ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നു, ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ട് സ്വർഗം സന്തോഷിക്കുന്നു. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണെങ്കിൽ അൾട്ടിമേറ്റായിട്ട് അവന് തന്നെയാണ് ലാഭം. അവനത് കണ്ടപ്പോൾ സന്തോഷമായിരിക്കും. കാരണം ഇവനും എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. അവൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യർ തമ്മിൽ അടി കൂടണം, മനുഷ്യർ തമ്മിൽ വെറുക്കണം, വെറുപ്പുണ്ടാകണം, ദൈവത്തിൻ്റെ നാമത്തെ പ്രതി എല്ലാവരും ഭിന്നിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അത് അവിടെയും നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സഭ ഇതുവരെയും അങ്ങനെയുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ബലപ്രയോഗത്തിൽ കൂടെ ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹം മാത്രമാണ് അവിടെ നിറവേറുന്നത്. അപ്പോൾ സഭ ഇതുവരെയായിട്ടും അതിന് മുതിർന്നിട്ടില്ല. അത് മുതിരാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഉത്തരവുമില്ല. സഭാധികാരികൾക്ക് നല്ല ജ്ഞാനം വേണം. ഇതിനൊക്കെ വേണ്ടത്ര രീതിയിൽ തീരുമാനമെടുക്കണമെങ്കിൽ കേവലം ബുദ്ധി കൊണ്ടൊന്നും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ബുദ്ധി പ്രയോഗിക്കാനേ സാധിക്കില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എത്ര വലിയ ഫോർമുലകൾ അവതരിപ്പിച്ചാലും എത്ര വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിയമവശങ്ങൾ ചർച്ച ചെയ്ത് നടത്തിയാലും ഇതിന് പരിഹാരമാവില്ല. ആത്മാവ് പ്രവർത്തിക്കാതെ, ആത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും വിഫലമായി തീരും. അതുകൊണ്ട് വളരെ താഴ്മയോടുകൂടി സിറോ മലബാർ സഭയുടെ മേലധികാരികൾ ഈ വിഘടിത ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന മേലധികാരികൾ വളരെയധികം പ്രാർത്ഥനയിൽ ഒരുങ്ങിക്കൊണ്ട് ദൈവത്തോട് ചോദിച്ച്, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥന. അല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ഈ ശത്രുവിനെ തന്നെ സഹായിക്കുന്ന വഴികളായി തീരും. അപ്പോൾ ഇനിയും ഒന്നും കൂടി പറയുകയാണ്, ഈ വിഘടിതമായി നിൽക്കുന്ന വൈദികരെ, നിങ്ങൾ ഇത്രത്തോളം സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ സഭയുടെ നാമത്തെ അത്രയധികം കളങ്കിതമാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എതിർസാക്ഷി നൽകി, അതൊക്കെ നമുക്ക് മായ്ച്ചു കളയാം നിങ്ങളുടെ ആകെ ഒരു പ്രവൃത്തി കൊണ്ട്. നിങ്ങൾ ഇതിനോട് പൂർണ്ണമായിട്ടും നിങ്ങൾ കീഴ്വഴങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കീഴ്വഴങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങൾ പരസ്യമായിട്ട് രേഖാമൂലം പ്രകടിപ്പിച്ചുകൊണ്ട്, പക്ഷേ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭാ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് സ്വീകരിക്കുകയാണ് എന്നുള്ള ഒരു നിലപാടെടുത്താൽ മാത്രം മതി. നിങ്ങൾ ആ ഒരു നിലപാട് കൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും ഈ സഭയ്ക്ക് തന്നെ നന്മയായിട്ട് മാറും. അപ്പോൾ ആ ഒരു ജ്ഞാനം നിങ്ങൾക്കും അതുപോലെ തന്നെ
ഇതിനെ നേരിടാനിരിക്കുന്ന സഭാധികാരികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വെൽക്കം ടു കോമൺ സെൻസ്.